നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മോട്ടോർ വാഹന വകുപ്പ് റോഡ് സുരക്ഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി പേരാമ്പ്രയിൽ വാഹന പരിശോധനയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ജോയിന്റ് RTO കെ രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. റോഡ് സുരക്ഷാ വാരത്തിന്റെ ഭാഗമായി പേരാമ്പ്ര റീജിയണൽ ട്രാൻസ്പോർട്ട് വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ പരിശോധനയും ബോധവൽക്കരണവും നടത്തി. ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് ഇല്ലാതെ നിയമലംഘനങ്ങൾ നടത്തിയവരെയും കണ്ടെത്തിയിരുന്നു. നിയമം പാലിച്ചവർക്ക് മിഠായി നൽകിയും പാലിക്കാത്തവരെ ബോധവൽക്കരിച്ചുമായിരുന്നു പരിശോധന എന്ന് ജോയിന്റ് RTO രാജേഷ് പറഞ്ഞു. വകുപ്പ് ജനുവരി 11 മുതൽ 17 വരെ റോഡ് സേഫ്റ്റി വീക്ക് ആചരിക്കുകയാണ്. ഇന്നത്തെ ചെക്കിങ്ങിൻ്റെ പ്രത്യേകത, ഇന്ന് ഞങ്ങൾ പിഴ ഈടാക്കുന്നില്ല. ഇന്ന് ഞങ്ങൾ റോഡ് നിയമം അനുസരിക്കുന്നവർക്ക് സ്വീറ്റ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഹെൽമറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഹെൽമറ്റ് ഡാമേജ് ഹെൽമറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പേരിൽ ഒരു ഹെൽമറ്റ് ഇദ്ദേഹത്തിന് നൽകുകയാണ്. പേരാമ്പ്ര മത്സ്യ മാർക്കറ്റ് പരിസരത്തായിരുന്നു ആദ്യ പരിശോധന. നിലവാരമില്ലാതെ ഹെൽമറ്റ് ധരിച്ചെത്തിയ വർക്ക്ഷോപ്പ് ജീവനക്കാരനായ അതുലിന് റോഡ് സുരക്ഷയുടെ ഭാഗമായി സൗജന്യമായി ഹെൽമറ്റും നൽകി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സുരേഷ് കെ വിജയൻ, സുനീഷ് വി, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ശ്രീനി SD, റിജേഷ് കൃഷ്ണൻ, ഷാനസ് നാഥ്, രഘുനാഥ് എന്നിവർ പരിശോധനയ്ക്കും ബോധവൽക്കരണത്തിനും നേതൃത്വം നൽകി. ലൂസാണ്, ഇതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഒരു ആക്സിഡൻറ്റ് ആയിക്കഴിഞ്ഞാൽ ആദ്യം ഉരുണ്ട് വീഴും, തലക്ക് പരിക്ക് പറ്റും. അപ്പോൾ ഈ ചിൻ സ്ട്രാപ്പ് ഇടുമ്പോൾ 2 വിരൽ ഗ്യാപ്പിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം ചിൻ സ്ട്രാപ്പ് ധരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഏതായാലും നിങ്ങൾക്ക് ചിൻ സ്ട്രാപ്പ് ഇല്ല, തീരെ ഇല്ല. ഇതിട്ടുകൊണ്ട് കാര്യമില്ല. ആക്സിഡൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഉരുണ്ടെന്ന് പോകും, ഒരു കാര്യമില്ല. ചിൻ സ്ട്രാപ്പ് വേണം. അപ്പോൾ ഏതായാലും ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് സ്വീറ്റ്സ് തരികയാണ്. ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലേ? വാഹനത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് എന്താണ് അറിയാമോ? ലൈസൻസ് വേണം. ഡ്രൈവർക്ക് ലൈസൻസ് വേണം. വാഹനത്തിന് വേണ്ട ഡോക്യുമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് പറഞ്ഞാൽ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. 1 വർഷം കാലാവധി ഉണ്ടാവും. ആ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ പല പരിശോധിച്ച ഉണ്ടായിരിക്കണം. അത് പ്രൈവറ്റ് വേണ്ടി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.